ദുബൈയിൽ നിന്നുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് 812 വിമാനം മംഗലാപുരം വിമാനത്താവളത്തിൽ ഇറങ്ങുന്നതിനിടെ റൺവേക്ക് സമീപമാണ് തകർന്നു വീണത്. 166 യാത്രക്കാരും 6 ജീവനക്കാരും വിമാനത്തിലുണ്ടായിരുന്നു. അപകടത്തിൽ 158 പേർ മരിച്ചു. ഇതിൽ 58 പേർ മലയാളികളാണ്. മരിച്ചവരുടെ ആശ്രിതർക്ക് 75 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്ന് അന്നത്തെ കേന്ദ്ര വ്യോമയാന മന്ത്രി പ്രഫുൽ പട്ടേൽ പ്രഖ്യാപിച്ചിരുന്നു. ഇതിനായി മുല്ല ആൻഡ് മുല്ല കമ്പനിയെ ചുമതലപ്പെടുത്തി. കമ്പനിയുടെ കോൺസുലർ ജസ്റ്റിസ് ജ്ഞാനാവതി കുടുംബങ്ങളുമായി വിലപേശിയാണ് നഷ്ടപരിഹാരം നിശ്ചയിച്ചതെന്ന് ആരോപണമുണ്ട്. മരിച്ചവരുടെ ജോലിയും ജീവിത നിലവാരവും നോക്കി നഷ്ടപരിഹാരം നിശ്ചയിച്ചത് ക്രൂരമാണെന്ന് പരക്കെ അഭിപ്രായമുണ്ട്. ഇതിന്റെ തെളിവാണ് കാസർകോട്ടെ റാഫിയുടെ കുടുംബം. ഷാർജയിൽ ജോലിക്കാരനായിരുന്ന റാഫിയുടെ മരണത്തെ തുടർന്ന് കുടുംബത്തിന് കിട്ടിയത് 35 ലക്ഷം രൂപയാണ്. ഇതിനെതിരെ അദ്ദേഹത്തിന്റെ പിതാവ് കേസ് ഫയൽ ചെയ്തു. ഈ കേസ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. നീതി ലഭിക്കുന്നതുവരെ പോരാട്ടം തുടരുമെന്ന് അബ്ദുസലാം പറയുന്നു. മംഗലാപുരം വിളിച്ച് ആദ്യം പറഞ്ഞ് 30 തരാം 25 തരാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയും അതുപോലെ ബുദ്ധിമുട്ടും ചെയ്തുകൊണ്ട് കേസ് കൊടുത്തു. അതിൽ ഹൈക്കോടതിന് ഞങ്ങൾക്ക് വിധി വന്ന് 75 ലക്ഷം ഉറുപ്പ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അവർ വീണ്ടും എന്താക്കിയതിന് അപ്പീൽ ചെയ്ത് കഴിഞ്ഞ ശേഷം സുപ്രീം കോടതിയിലേക്ക് എന്താക്കി. രാജ്യം നടുങ്ങിയ ദുരന്തത്തിന്റെ 3ാം വാർഷികത്തിലും മുറ്റവരെ നഷ്ടപ്പെട്ട കുടുംബത്തിന്റെ കണ്ണീരടങ്ങുന്നില്ല. 2.5 വർഷത്തെ പ്രവാസത്തിനു ശേഷം റാഫി തിരിച്ചു വരുന്നത് വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഈ കുടുംബം കാത്തിരുന്നത്. എന്നാൽ വിമാനം മംഗലാപുരത്ത് കത്തിയമർന്നപ്പോൾ ഈ കുടുംബത്തിൻ്റെ പ്രതീക്ഷയാണ് ഇല്ലാതായത്. ഇപ്പോൾ നഷ്ടപരിഹാരത്തിൻ്റെ പേരിൽ സർക്കാർ ഇവരെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നു. ക്യാമറമാൻ രാജേഷിനൊപ്പം ഷഫീഖ് നസ്രുള്ള, മീഡിയ 1.